السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير، ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനമുള്ള MLA സാഹിർ സാഹിബ് അവരുകളെ, ബഹുമാനമുള്ള നമ്മുടെയൊക്കെ കാരണവരായ MKC അബുഹാജി, ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, ഖുർആൻ സ്റ്റഡി സെൻ്ററിൻ്റെയും ഇസ്ലാമിക് സെൻ്ററിൻ്റെയും ഒക്കെ പ്രവർത്തകന്മാരെ, അള്ളാഹു ഈ ഒരു പ്രവർത്തനം സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കട്ടെ. അള്ളാഹു തആല നമുക്ക് രണ്ട് ലോകത്തും വിജയം നൽകുമാറാകട്ടെ. അള്ളാഹു സത്യമായ അവൻ്റെ ദീനിൻ്റെ ഉൾപ്പൊരുൾ, ആ ഉൾപ്പൊരുൾ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ വ്യക്തിപരവും സാമൂഹികവുമായ കാര്യത്തിൽ അടിസ്ഥാനപരമായ ദീനിൻ്റെ ലക്ഷ്യത്തെ കാണാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ മുൻഗാമികൾ നമുക്ക് പ്രസ്ഥാനം സ്ഥാപിച്ചു തന്ന് നങ്കൂരമില്ലാത്ത കേരള മുസ്ലിമീങ്ങൾക്ക് ദീനിയായ ഉദ്ധാനതയ്ക്ക് കാരണക്കാരായ ബഹുമാനപ്പെട്ട വരക്കൽ ബാലവി മുല്ലക്കോയത്തങ്ങൾ അദ്ദേഹത്തിന് സഹായിച്ചു കൊണ്ടുവന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഇതിഹാസമായിരുന്ന മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, ബഹുമാനമുള്ള റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ, ബഹുമാനമുള്ള പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ബഹുമാനമുള്ള ഷുജാഇ മൊയ്ഡ് മുസ്ലിയാർ, ബഹുമാനമുള്ള പുതിയപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ബഹുമാനമുള്ള പുതിയ ശുഗപുരം അബൂബക്കർ മുസ്ലിയാർ, ബഹുമാനമുള്ള പറവണ്ണ മൊഹിദ്ദീൻ കുട്ടി മുസ്ലിയാർ, ബഹുമാനമുള്ള റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, മഹാനായ ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ, ബഹുമാനമുള്ള EK ഹസൻ മുസ്ലിയാർ, ബഹുമാനമുള്ള MM ബഷീർ മുസ്ലിയാർ, ബഹുമാനമുള്ള CH ഐദ്രോസ് മുസ്ലിയാർ, ബഹുമാനമുള്ള കൂട്ടുമല അബൂബക്കർ മുസ്ലിയാർ, ബഹുമാനമുള്ള KK അബൂബക്കർ ഹസ്രത്ത്, ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങൾ, ബഹുമാനമുള്ള PMSA പൂക്കോയറ്റങ്ങൾ തുടങ്ങി ഒരു കാലഘട്ടത്തിലെ മഹിതമായ സേവനം കൊണ്ട് കർമ്മരഥ്യ ധന്യമാക്കിയ നമ്മുടെ ആ മഹത്തുക്കളായ മുൻഗാമികൾക്കൊക്കെ അള്ളാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ, ചെയ്തു വെച്ച കർമ്മത്തിൻ്റെ ബാക്കിയായി കാലഘട്ടത്തോട് യോജിച്ച ഒരു കർമ്മമായി ഈ കർമ്മത്തെ അള്ളാഹു തആല സ്വീകരിക്കട്ടെ. വിശ്വാസികളെ, സഹോദരങ്ങളെ, സ്ത്രീധനം എന്നതാണ് വിഷയം. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആന്റെ സൂറത്തുർ റൂമിന്റെ 21-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآية لقوم يتفكرون. അല്ലാഹു തആല മനുഷ്യ സമൂഹത്തിൽ ഇണകളെ സംവിധാനിച്ചു എന്നതു തന്നെ അവന്റെ ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തമായി ഖുർആൻ പറയുകയാണ്. വമിൻ ആയാതിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് തന്നെ അള്ളാഹു നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നു അസ്വാജൻ, ഇണകളെ. അതിന്റെ ലക്ഷ്യവും, വിവാഹത്തിന്റെ ലക്ഷ്യവും അള്ളാഹു പറയുന്നുണ്ട്. വിവാഹത്തിന്റെ ലക്ഷ്യം തന്നെ ലിതസ്കുനു ഇലൈഹ, സമാധാനം ഉണ്ടാവലാണ്. അപ്പൊ ഒരിക്കലും വിവാഹത്തിന്റെ ലക്ഷ്യം സമാധാനക്കേട് ആവരുത്. സമാധാനമാണ് അതിന്റെ ലക്ഷ്യം. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها, അവളിലേക്ക് ചേരുമ്പോൾ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവുക എന്നതാണ് അതിന്റെ ലക്ഷ്യം. മാത്രമല്ല വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിലും സ്നേഹവും കാരുണ്യവും സ്ഥാപിക്കുക. ഇതാണ് അള്ളാഹുവിന്റെ ലക്ഷ്യം എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുർ റൂമിന്റെ 21-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാകണം ലോകത്ത് കടന്നുപോയ പ്രവാചകന്മാർ വിവാഹം കഴിക്കാത്ത ഒരു നബിയും ഒരു റസൂലും ഇല്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുർ റഅദിന്റെ 38-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. വലഖദ് അർസൽനാ നൂഹൻ വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക് വജഅൽനാഹും അസ്വാജൻ വദുരിയ്യ
വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക, അങ്ങയുടെ മുമ്പ് ഒരുപാട് പ്രവാചകന്മാരെ നാം അയച്ചിട്ടുണ്ട്. വജഅൽനാഹും, അവർക്കൊക്കെ നാം നൽകിയിട്ടുമുണ്ട് അസ്വാജൻ, ഇണകളെ, വദുരിയ, മക്കളെ. പ്രധാനമായി പറഞ്ഞത് മക്കളില്ലാത്ത പ്രവാചകന്മാരുണ്ട് എങ്കിലും ഇവിടെ പ്രധാനമായി ഊന്നി പറഞ്ഞത് ഇണകളെയാണ്. ഇണകളില്ലാത്ത ഒരു പ്രവാചകനും ലോകത്ത് കടന്നുപോയിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുർ റഅദിന്റെ 38-ാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, അർബഅൻ മിൻ സുനനിൽ മുർസലീൻ, 4 കാര്യങ്ങൾ മുർസലീങ്ങളുടെ ചര്യകളിൽപ്പെട്ടതാണ്. അത്തഅത്തുറു വന്നികാഹു വസ്സിവാഖു വൽഹന്നാ എന്ന്. ഒന്ന് അത്തഅത്തുറു, അത്തർ പൂശുക, സുഗന്ധം ഉപയോഗിക്കുക. മിൻ സുനനിൽ മുർസലീൻ, കടന്നുപോയ എല്ലാ മുർസലീങ്ങളുടെയും ചര്യയിൽപ്പെട്ടതാണത്. ഒന്ന് സുഗന്ധം ഉപയോഗിക്കുക. 2 വന്നികാഹു, വിവാഹം കഴിക്കുക. വസ്സിവാഖു, എപ്പോഴും മിസ്വാക്ക് ചെയ്യുക. വൽഹന്നാഉ, മൈലാഞ്ചി ഉപയോഗിക്കുക അവരുടെ രോമങ്ങളിൽ. ഇത് ബഹുമാനപ്പെട്ട മുർസലീങ്ങളുടെ സിഫത്താണ്, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്താണ് എന്ന് അർബഅൻ മിൻ സുനനിൽ മുർസലീൻ ഈ ഹദീസ് ഇമാം തുർമുദി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവാഹം കഴിക്കാത്ത ഒരു പ്രവാചകനുമില്ല. വിവാഹം പ്രവാചകന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിന്റെ അടിസ്ഥാന പ്രവർത്തനങ്ങളിൽ ഒന്നായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു പ്രവാചകന് ആ പ്രവാചകൻ വിവാഹം കഴിച്ചില്ല എന്ന ഹദീസിൽ സൂചന കാണുന്നത് ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. എന്നാൽ ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു തന്റെ യഹ്യയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം സയൻകിഹു ബഅദമാ നസല ഇലൽ അർളി മറത്തൻ സാനിയ, രണ്ടാമതായി ഇനി ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും അവിടുന്ന് കല്യാണം കഴിക്കുകയും വസയൂലദു, അദ്ദേഹത്തിന് കുട്ടിയുണ്ടാവുകയും ചെയ്യും എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു നിക്കാഹിന്റെ അധ്യായത്തിൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ യഹ്യയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഅ്മിനീങ്ങളുടെ പ്രത്യേകത തന്നെ സൂറത്തുൽ ഫുർഖാന്റെ 74-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. വല്ലദീന, ഒരു വിഭാഗം ആളുകളാണവർ, യഖൂലൂന, അവരെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഖാലു, എപ്പോഴെങ്കിലും പറഞ്ഞു എന്നല്ല, യഖൂലൂന, അവരെപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്താണ് പറയുന്നത്? മിൻ അസ്വാജിനാ ഹബ് ലനാ മിൻ അസ്വാജിനാ, ഞങ്ങൾക്ക് നീ ഇണകളെ നൽകണം. വദുർരിയാതിനാ, മക്കളെയും നൽകണം. ഖുർറത അയുനിൻ, കണ്ണു കുളിക്കുന്ന ഭാര്യമാരെയും മക്കളെയും നീ ഞങ്ങൾക്ക് നൽകണം. മാത്രമല്ല വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ, ബഹുമാനപ്പെട്ട യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് തൻ അമ്പിയാക്കന്മാരുടെ ചര്യയിൽ നിന്ന് പുറത്തു പോകരുത് എന്ന താല്പര്യപ്രകാരം വിവാഹം കഴിച്ചു എന്ന് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെയും ചില ആയത്തുകളുടെ സാരാംശങ്ങൾ വിശദീകരിച്ച തഫ്സീറിന്റെ കിതാബുകളും അത് പറഞ്ഞതായി കാണാം. ചുരുക്കത്തിൽ വിശ്വാസികളുടെ പ്രത്യേകതയായി വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും ഊന്നി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭാര്യമാരുണ്ടാവുക, മക്കളുണ്ടാവുക, അവർ കണ്ണു കുളിർക്കുന്നവരാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന കാര്യം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്താ വിവാഹത്തിന്റെ ലക്ഷ്യം? ഒരു വിശ്വാസിക്ക് ഏതൊരു കാര്യത്തിന്റെയും ലക്ഷ്യം അള്ളാഹുവാണ്. അള്ളാഹു അല്ലാത്ത ഒരു ലക്ഷ്യവും ഇല്ല. അള്ളാഹുവിനെ ആരാധന പരമാവധി ചില ജഡങ്ങളായ ആരാധനകളിൽ പരിമിതപ്പെടുത്തിയത് ചില പ്രത്യേക മതവിശ്വാസങ്ങൾ മാത്രമാണ്, മുസ്ലിമീങ്ങൾ അല്ല. മുസ്ലിമീങ്ങളുടെ വീക്ഷണഗതി ഇങ്ങനെയാണ്, വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ, ഞങ്ങൾ എന്ത് ചെയ്തതും നിനക്ക് വേണ്ടിയാണ്, ഞങ്ങൾ ജീവിച്ചതും നിനക്ക് വേണ്ടിയാണ്, ഞങ്ങൾ മരിക്കുന്നതും നിനക്ക് വേണ്ടിയാണ്. അപ്പോൾ പിന്നെ വിവാഹം കഴിച്ചത് എന്തിന് എന്ന ചോദ്യമില്ല. എന്തിനാണ് വിശ്വാസി വിവാഹം കഴിക്കുന്നത്? അവൻ അള്ളാഹുവിന് വേണ്ടിയാണ്, തിരുദൂതർക്ക് വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിക്കാൻ വേണ്ടി ഊന്നിപ്പറഞ്ഞ ഹദീസുകൾ കാണാം. ആ ഹദീസുകളിൽ 1-2 ഞാൻ സൂചിപ്പിക്കാം. അതിൽ നിന്ന് അതിന്റെ ചടുലമായ ചിന്തയും ലക്ഷ്യവും നമുക്ക് ബോധ്യപ്പെടും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, തനാകഹു തനാസലു ഫഇന്നി ഉബാഹി ബികുമുൽ ഉമമ യൗമൽ ഖിയാമ. നിങ്ങൾ വിവാഹം കഴിക്കണം, നിങ്ങൾ മക്കളെ ഉണ്ടാക്കണം, നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവുകയും വേണം. ഫഇൻ
ഫഇന്നി ഉബാഹി ബികുമുൽ ഉമമ യൗമൽ ഖിയാമ. നിങ്ങൾ എണ്ണം പെരുത്തുപോയാൽ ആ എണ്ണപ്പെരുപ്പത്തിൽ മറ്റുള്ള പ്രവാചകന്മാരുടെ മുന്നിൽ എനിക്ക് അഭിമാനം പറയാൻ കഴിയും. അപ്പോൾ ഒരു വിശ്വാസിയുടെ വിവാഹത്തിന്റെ ലക്ഷ്യം അള്ളാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖിന് നാളെ മറ്റുള്ള സമുദായങ്ങളുടെ മുന്നിൽ അഭിമാനം പറയാനുള്ള മക്കളെ ഉണ്ടാക്കുക, മക്കൾ ഉണ്ടാവാൻ കാരണമാവുക എന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പരമപ്രധാനമായ ലക്ഷ്യം അള്ളാഹുവും റസൂലുമാണ്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, തസവ്വജുൽ വലൂദൽ വദൂദ ഫഇന്നി ഉഫാഖിറു ബികുമുൽ ഉമമ യൗമൽ ഖിയാമ. നിങ്ങൾ പ്രസവിക്കുന്ന കുടുംബത്തിൽ പെണ്ണുങ്ങളുടെ ശാരീരികമായ ചില സ്ത്രീകൾ, ചില കുടുംബ സ്ത്രീകളുടെ ശാരീരികമായ അവസ്ഥകളിൽ നിന്ന് അവർക്ക് മക്കളുണ്ടാകുന്ന മക്കളെ ഉൽപ്പാദിപ്പിക്കാനുള്ള അവരുടെ ചില അടിസ്ഥാന ഗുണങ്ങളെ, ശാരീരികമായ അവരുടെ മാതാക്കളുടെയും സഹോദരിമാരുടെയും ഗുണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് മനസ്സിലാക്കിയെടുത്ത് നല്ല പോലെ കുട്ടികളുണ്ടാകുന്ന കുടുംബത്തിൽ നിന്ന് നിങ്ങൾ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കണം. നല്ലോണം മക്കളുണ്ടാകുന്ന പെണ്ണുങ്ങളെ തന്നെ നിങ്ങൾ കുടുംബം നോക്കി കല്യാണം കഴിക്കണം. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ എണ്ണം കൂടിയാലല്ലേ എനിക്ക് നാളെ അന്ത്യനാളിൽ അള്ളാഹുവിന്റെ തിരുമുന്നിലെത്തുമ്പോൾ എനിക്ക് മുമ്പ് കടന്നുപോയ പ്രവാചകന്മാരുടെ സമുദായങ്ങളെക്കാൾ എനിക്ക് ആള് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കഴിയൂ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പരമപ്രധാനമായ ലക്ഷ്യം മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നാളെ മറ്റുള്ള സമുദായങ്ങളുടെ മുന്നിൽ അഭിമാനം പറയാൻ വേണ്ടിയുള്ള ഒരു സാധ്യത ഒരുക്കുക എന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട കൊടുവള്ളി അബ്ദുൽ ഖാദർ സാഹിബ് വരുന്നുണ്ട്. ഒന്നുകൊണ്ട് മുന്നിലേക്ക് വരണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. വിശ്വാസികൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമിനെ തരുമാറാകട്ടെ. പരമപ്രധാനമായ ലക്ഷ്യം അള്ളാഹുവിന്റെ ഹബീബ് അള്ളാഹുവും റസൂലുമാകുന്നു. നോക്കൂ, നിങ്ങൾ മറ്റൊരു ലക്ഷ്യം കൂടി വിവാഹത്തിനുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന് അഭിമാനിക്കാവുന്ന സമുദായം വളർന്നു വരിക, അതിലോടുകൂടെ നമുക്കൊരു നേട്ടം ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ മുതുകിലൂടെ തന്നെ അങ്ങനെയുള്ള മക്കൾ വളർന്നു വരുമ്പോൾ എന്താ നമുക്ക് ലക്ഷ്യം? നേട്ടം. ഒരാൾ മരിച്ചാലും അയാളെ അമരനാക്കുന്ന കാര്യങ്ങൾ 3 എന്ന് സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾ മരിച്ചാലും അയാൾ അമരനാകും, അയാൾ ചിരഞ്ജീവിയാകും, അയാൾ മരിക്കുകയില്ല. ഇദാ മാതൽ അബ്ദു ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്. 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരാൾ മരിച്ചാലും മരിക്കില്ല. എന്താണ് 3 കാര്യങ്ങൾ? 1 സ്വദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന ഒരു സ്വദഖ അയാൾ ചെയ്യലാണ്. 2 ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ വിജ്ഞാനം അയാൾക്ക് ഉണ്ടാവുകയാണ്. ആ ഉപകാരപ്രദമായ വിജ്ഞാനം അയാൾ സമൂഹത്തിന് പകർത്തി കൊടുക്കലാണ്. അതുവഴി ആ വിജ്ഞാനം സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ അയാൾക്ക് കൂലി ലഭിക്കും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ലക്ഷ്യം വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു എന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഇത് വളരെ പരമപ്രധാനമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അവന്റെ പ്രധാനപ്പെട്ട ഈ ലോകത്ത് അവൻ ജീവിച്ചതിനുള്ള തെളിവ്, അവൻ മരിച്ചാലും അവരെ അമരനാക്കുന്ന കാര്യം എന്താണത്? അവൻ മരിച്ചാൽ അവന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥിക്കുന്ന മകനുണ്ടാവുക അല്ലെങ്കിൽ മകളുണ്ടാവുക. വലത് എന്നാ പറഞ്ഞത്. മകനുണ്ടായാലും മകളുണ്ടായാലും വേണ്ടില്ല. വലത് എന്ന വാക്കിനർത്ഥം കുട്ടി എന്നാണ്, ആൺകുട്ടി എന്നല്ല. അങ്ങനെയുള്ള അർത്ഥം വെക്കൽ കാണുന്നുണ്ട്, അത് അബദ്ധമാണ്. ആൺകുട്ടിക്ക് ഗുലാമ് എന്നാണ് പറയുന്നത്, പെൺകുട്ടിക്ക് ജാരിയത്ത് എന്ന് പറയും. ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഉൾപ്പെടുത്തുന്ന വിശാലമായ അർത്ഥത്തിനാണ് വലത് എന്ന് പറയുന്നത്. മുറു ഔലാദകും ബിസ്സലാത്തി, വിശുദ്ധമായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആൺകുട്ടി എന്നല്ല, ചില അറബി പരിഷ്കാരികൾ ഇങ്ങനെ പറയുന്നതായി കാണുന്നുണ്ട്. വലതിന് ആൺകുട്ടി എന്നർത്ഥം വെക്കുന്നത് കേവലം അബദ്ധമാണ്. മുറു ഔലാദകും ബിസ്സലാത്തി, നിങ്ങൾ നിസ്കാരം കൊണ്ട് നിങ്ങളുടെ കുട്ടികളോട് കൽപ്പിക്കണം. അവർ ആൺകുട്ടിയായാലും വേണ്ടില്ല, പെൺകുട്ടിയായാലും വേണ്ടില്ല. അപ്പോൾ ഒരാണോ പെണ്ണോ, ആണ് പെണ്ണ് എന്ന വ്യത്യാസമെന്നും പരിശുദ്ധ ദീനിൽ കുട്ടികളുടെ കാര്യത്തിൽ ഇല്ല. സമ്രത്തും സ്വാലിഹത്തുണ്ടാവുക, നല്ല ഭയമുണ്ടാവുക എന്നതാ ലക്ഷ്യം. അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ. ഇത് കുട്ടികളോട്, മാതാവിന്റെയും പിതാവിന്റെയും മുതുകിലൂടെ വളർന്നു വരുന്ന മക്കളോട് ഈ നയം കാണിക്കണം, ഈ ലക്ഷ്യം അവർക്ക് സാക്ഷാത്കരിക്കണമെന്ന് ഖുർആൻ അവരെ പഠിപ്പിക്കുകയും ചെയ്തു. ഒരാൾ കല്യാണം കഴിച്ചത് കുട്ടിയുണ്ടാകാൻ വേണ്ടി. എന്തിനാണ് കുട്ടിയുണ്ടാകുന്നത്?
ഉണ്ടാകുന്നത്, പരമപ്രധാനമായി കുട്ടിയാ ഉണ്ടാകുന്നത് അവ്വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, മരിച്ചാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അത് ഖുർആൻ കുട്ടികളോട് ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ അള്ളാഹു മക്കളോട് കൽപ്പിച്ചു. സൂറത്തുൽ ഇസ്രാഇന്റെ 23-24 വചനങ്ങളിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നുണ്ട്: വഖലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറു അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിർ ലഹുമാ ജനാഹ الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. ഒരിക്കലും അസ്തമിക്കാത്ത ബാധ്യതയാണ് മക്കൾക്ക് മാതാപിതാക്കൾക്കുള്ളത്. അവർ ജീവിച്ച ജഡങ്ങളാകുമ്പോൾ മാത്രമല്ല, അവ്വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ എന്നാ പറഞ്ഞത്. വഖലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാ, അല്ലാഹു അല്ലാതെ ഒരാൾക്കും ആരാധിക്കരുത് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു നിങ്ങൾ ഗുണം ചെയ്യൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളോട് കൽപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ബഖറയുടെ 39-ാമത്തെ വചനത്തിൽ ഇസ്രായേലികളോട് പറഞ്ഞതായ ഒരു വചനവും ഇങ്ങനെ കാണാം: വഇദ് അഖദ്നാ മീസാഖ ബനീ ഇസ്രായീല ലാ തഅബ്ദൂന ഇല്ലല്ലാഹ വബിൽ വാലിദൈനി ഇഹ്സാന. അഥവാ ഇത് ഇന്നത്തെ സമൂഹത്തോട് മാത്രമല്ല, വഇദ് അഖദ്നാ മീസാഖ ബനീ ഇസ്രായീൽ, ആയിരക്കണക്കായ പ്രവാചകന്മാരെ സ്വീകരിച്ച സമുദായമാണല്ലോ ഇസ്രായേലികൾ. ആ ഇസ്രായേലികളോട് പോലും അല്ലാഹു കൽപ്പിച്ചിട്ടുള്ളത് അല്ലാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞ ഉടനെ ലാ തഅബ്ദൂന ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റാർക്കും ആരാധിക്കരുത് എന്ന് കൽപ്പിച്ച ഉടനെ മുൻകാല ജനതകളോടും അല്ലാഹു കൽപ്പിച്ചത് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് ഗുണം ചെയ്യുക എന്ന. ഗുണം ചെയ്യുക എന്നത് ശാരീരികമായ അവർക്ക് സൗകര്യപ്പെടുത്തുക മാത്രമല്ല. 24-ാമത്തെ ഇസ്രാഇന്റെ 24-ാമത്തെ വചനത്തിൽ പറയുന്നത് വഖ്ഫിർ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, എപ്പോഴും കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തി കൊടുക്കണം. പിന്നെയോ അവർ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ്, ജീവിച്ചിരുന്നാലും മരിച്ചാലും ബാധ്യത തീരാത്ത കാര്യമാണ്. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, അല്ലാഹുവേ എന്റെ മാതാപിതാക്കൾ എന്നോട് കരുണ ചെയ്തല്ലോ, അവർ ഈ ലോകത്താണെങ്കിലും അവർ പരലോകത്താണെങ്കിലും അവരോട് നിങ്ങൾ കരുണ ചെയ്യണമേ എന്ന് മക്കൾ പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ കൽപ്പിച്ചു. അഥവാ വിവാഹത്തിന്റെ സാക്ഷാത്കാരം അല്ലാഹു ഇവിടെ കൽപ്പനയായി കൊണ്ടുവന്നു. എന്താ വിവാഹത്തിന്റെ ലക്ഷ്യം? വിവാഹത്തിന്റെ ലക്ഷ്യം പൈസ ഉണ്ടാക്കലല്ല. വിവാഹത്തിന്റെ ലക്ഷ്യം ഒന്ന് ലോക സമാധാനമാണ്, ഒന്ന് അല്ലാഹുവിന്റെ പ്രവാചകന് അഭിമാനിക്കലാണ്, മൂന്നാമത്തെ കാര്യം സ്വാലിഹീങ്ങളുടെ ഒരു സൊസൈറ്റി വാർത്തെടുക്കലാണ്. അത് മാത്രമല്ല, അതുവഴിയായി താൻ മരിച്ചു പോയാൽ താൻ മരിച്ചാലും തന്നെ അമരനാക്കുക, താൻ മരിക്കാതെയാക്കുക എന്നാണ്. വിവാഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം സ്ത്രീയാണ്. സ്ത്രീക്ക് അല്ലാഹു തആല നൽകിയ പ്രാധാന്യം ചില്ലറയൊന്നുമല്ല. ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സ്വഹാബി വന്ന് ഇങ്ങനെ ചോദിച്ചു: മൻ അഹഖു ബിഹുസ്നി സുഹ്ബതി യാ റസൂലല്ലാഹ്, നബിയെ ഞാൻ സമൂഹത്തിൽ ആരോടാണ് ഗുണം ചെയ്യാൻ ഏറ്റവും ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന്. ഫഖാല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: ഉമ്മക, വിവാഹത്തിന്റെ ആണിക്കല്ലാണല്ലോ പെണ്ണ്. ആ പെണ്ണ് വഴിയായി പെണ്ണ് പുഷ്പിണിയായി, പെണ്ണ് പ്രസവിച്ചു, അപ്പോൾ നീ ഉണ്ടായി. അതുകൊണ്ട് നിന്റെ ഒന്നാമത്തെ ബാധ്യത ആ വിവാഹത്തിന്റെ അടിസ്ഥാന ആണിക്കല്ലായ പെണ്ണിനോടാ, അഥവാ ഉമ്മയോടാ. ഉമ്മക്ക, നിന്റെ ഉമ്മയോട്. വീണ്ടും അവർ ആ സ്വഹാബി ചോദിച്ചു: സുമ്മൻ, പിന്നെ ആർക്കിനാണ് ഞാൻ ഉപകാരം ചെയ്യേണ്ടത്? ഖാല ഉമ്മക, നിന്റെ ഉമ്മാക്ക് തന്നെ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുമ്മൻ, പിന്നെ ആർക്കെന്ന് ചോദിച്ചു. അപ്പോഴും പറഞ്ഞു ഉമ്മക്, നിന്റെ ഉമ്മാക്ക് തന്നെ. ഖാല, വീണ്ടും ആ സ്വഹാബി ചോദിച്ചു സുമ്മൻ, പിന്നെ ആർക്ക്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അബാക്ക, നാലാമത്തെ പ്രാവശ്യമാണ് ബാപ്പാനെ പറഞ്ഞത്. അഥവാ സ്ത്രീക്ക് ഇസ്ലാം നൽകിയ പരമപ്രധാനം. ഈ ലോകത്ത് ഒരു മനുഷ്യന് സദാസമയവും തന്റെ വീട്ടിൽ സ്വർഗമുണ്ട്, തന്റെ നാട്ടിൽ സ്വർഗമുണ്ട്, ആഗോളതലത്തിൽ സ്വർഗമുണ്ട്. ഇനി അടുത്ത സ്വർഗം പരലോകത്താണ്. ആഗോളതലത്തിലെ സ്വർഗം ഏതാണ്? അത് ആഗോള മുസ്ലിമീങ്ങളുടെ സ്വർഗമാണ്. അള്ളാഹു അത് ആസ്വദിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അവിടെ പോയി 2 റക്അത്ത് നിസ്കരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാദേശിക തലങ്ങൾക്ക് വിശ്വാസികൾക്ക് സ്വർഗമുണ്ട്. ഏതാണ് ആ സ്വർഗം? മജ്ലിസുൽ ഇൽമി
റൗളത്തും മിൻ റിയാദിൽ ജന്ന. ശരി, അത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ സ്വർഗം. നോക്കൂ നിങ്ങൾ, പ്രാദേശിക തലത്തിലെ സ്വർഗവും അന്താരാഷ്ട്ര തലത്തിലെ സ്വർഗത്തിനും പരിമിതികളുണ്ട്. അതിന് പണച്ചെലവുണ്ട്, അതിനൊരുപാട് അധ്വാനങ്ങൾ വേണ്ടി വരും. അനവധി അധ്വാനങ്ങൾക്ക് ശേഷമാണല്ലോ ഇങ്ങനൊരു മഹത്തായ വേദി കെട്ടിയുണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ ഒരു ചെലവുമില്ല, ഒന്നുമില്ല. അവന് വാത്സല്യനിധിയായ അവന്റെ മാതാവ്. അൽ ജന്നതു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത് തഹ്ത അഖ്ദാമി അബൂക്. നിന്റെ ബാപ്പാടെ കാലിന്റെ ചുവട്ടിൽ എന്നല്ല ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. അൽ ജന്നതു തഹ്ത അഖ്ദാമിൽ ആബാ എന്നല്ല, അൽ ജന്നതു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാതി. മാതാക്കളുടെ കാലിന്റെ ചുവട്ടിൽ. സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയ പരമപ്രധാനമായ പ്രാധാന്യം ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. വിശ്വാസികളെ സ്ത്രീകൾ മനുഷ്യരെന്ന് പോലും ചിന്തിച്ച ഒരു കാലഘട്ടത്തിലേക്കാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നത്. എന്തിന് അന്നത്തെ കാര്യം നമുക്കറിയാമല്ലോ. 20-ാം നൂറ്റാണ്ട് അവസാനിച്ചപ്പോഴും ലോകത്ത് ഏറ്റവും കൂടുതൽ കനേഷുമാരി അംഗങ്ങളുണ്ട് എന്ന് പെരുമ്പറ കൊട്ടുന്ന ഒരു സമുദായം പെണ്ണിന് സ്വത്താവകാശം കൊടുക്കണമോ വേണ്ടയോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാമല്ലോ 20-ാം നൂറ്റാണ്ട് അവസാനിക്കുമ്പോഴുണ്ടായ ഒരു വാഗ്വാദം. നമ്മുടെ സഹോദര സമുദായമായ ക്രിസ്ത്യാനികൾ, ആ ക്രിസ്ത്യാനികൾ അവരുടെ കൂട്ടത്തിലെ ശരീരത്തിന്റെ ഭാഗമായ പെണ്ണുങ്ങൾക്ക് സ്വത്തവകാശം വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ അന്ന് പോലും അവർ തർക്കിക്കുകയായിരുന്നു. എന്നാൽ കാളവണ്ടിക്ക് ചക്രം കണ്ടുപിടിക്കാത്ത കാലത്തെന്ന് പറഞ്ഞാൽ അതിശയോക്തിയല്ല. ആ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനാണ് ആദ്യമായി പ്രഖ്യാപിച്ചത്. സൂറത്തുൻ നിസാഇന്റെ 7-ാമത്തെ വചനം. പെണ്ണിന് സ്വത്തവകാശം കൊടുക്കുക എന്ന പ്രവർത്തനം ആണുങ്ങൾ കുടുംബത്തിലുണ്ടായാൽ പെണ്ണിന് സ്വത്തവകാശം കൊടുക്കുക എന്ന രീതി അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. അതിന് ബഹുമാനപ്പെട്ട അനസ് ഇബ്നു സാബിത്ത് അൻസാരി റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന് ഭാര്യയും 3 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അനസ് ഇബ്നു സാബിത്തിന്റെ അനുജന്മാരായ സുബൈറും അതേപോലെ തന്നെ അറുഫജയും ഈ 2 കുട്ടികളുടെയും ഈ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും കൊടുക്കാതെ ധനം മൊത്തത്തിൽ പകുത്തെടുത്തു. ഈ അവസരത്തിൽ ഈ പെണ്ണും കുട്ടികളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നാകെ പലതവണ വന്നു. ഇതിന്റെ അവസാനത്തിലാണ് സൂറത്തുൻ നിസാഇന്റെ 7-ാമത്തെ വചനം വന്നിട്ടുള്ളത്. നോക്കൂ, രീതി ഇല്ല. അങ്ങനെ രീതി അന്ന് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നില്ല. അന്ന് എന്ന് മാത്രമല്ല, പിൽക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. സ്ത്രീ സ്വാതന്ത്ര്യ മഹതി എന്ന് പഠിപ്പിക്കുന്ന ഒരു സമൂഹത്തിലാണ്. ഞാൻ ആക്ഷേപിക്കാൻ വേണ്ടി പറയുകയല്ല. സ്ത്രീകൾക്ക് സമൂഹം നൽകിയ വിലയ ഭാരതീയ സംസ്കാരത്തിൽ നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ. ആ സമൂഹത്തിൽ ഇന്നും ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെ ഉപഭോഗ വസ്തുവായി ഉപയോഗപ്പെടുത്തുക എന്നത് ദൈവത്തിനുള്ള ആരാധനയാണെന്ന് പോലും നിലച്ചിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ മുന്നിലുള്ളത്. എന്നാൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാഇന്റെ 7-ാമത്തെ വചനത്തിൽ പറഞ്ഞത് ലിർരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖാബൂന വലിന്നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖറബൂന മിമ്മാ ഖല്ല മിൻഹു ഔ കസർ. ബാപ്പമാരും അനന്തരമെടുക്കാവുന്ന അർഹരായ ആളുകളും മരണപ്പെട്ടു പോയാൽ അവരുടെ ധനത്തിൽ നിന്ന് ആണിന് അവകാശമുണ്ടോ? പെണ്ണിനും അവകാശമുണ്ട്. അത് ധനം കുറച്ചാകട്ടെ അധികമാവട്ടെ, എന്താണെങ്കിലും അളവ് എത്രയായാലും വേണ്ടില്ല, അത് പരിമിതമായേ ഉള്ളൂ. അതുകൊണ്ട് ആണുങ്ങൾക്ക് മാത്രം എന്ന് പറഞ്ഞുകൂടാ. ആണിന് അവകാശമുണ്ടെങ്കിൽ പെണ്ണിനും അവകാശം കൊടുക്കണമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാഇന്റെ 7-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തിന്? ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രത്യേകമായ സന്ദർഭം, എല്ലാവരും അനവധി കർമ്മങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം. മുസ്തഫ നബിയോട് അവരിങ്ങനെ ചോദിച്ചു, നബിയെ, ഈ കൂട്ടത്തിൽ ഈമാൻ പൂർണ്ണമായ ആളുകൾ ആരാണ് എന്ന്. ബദറിൽ പങ്കെടുത്തവരാണോ, ഉഹദിൽ പങ്കെടുത്തവരാണോ, ഈ കൂട്ടത്തിൽ ഈമാൻ സമ്പൂർണ്ണരായവർ ആരാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹിനോട് ചോദിക്കുമ്പോൾ അതിന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറുപടി ഇമാം തുർമദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ. പെണ്ണിനെ ബുദ്ധിമുട്ടാക്കുന്നവർ, പെണ്ണിന്റെ കുടുംബത്തെ ബുദ്ധിമുട്ടാക്കുന്നവർ, പെണ്ണിന്റെ ഭാഗത്തെ ബുദ്ധിമുട്ടാക്കുന്നവർ എന്നല്ല പറഞ്ഞത്. അഹ്സനുഹും ഖുലുഖൻ വഖിയാറുഹും ഇലാ നിസാഇഹിം. 2 വിഭാഗം ആളുകളാണ്, 2 ഗുണമുള്ളവരാണ്. 2 ഗുണമുള്ള ഒരു വിഭാഗം, 2 വിഭാഗമല്ല, ഒരു വിഭാഗം, 2 ഗുണങ്ങളുള്ള ഒരു വിഭാഗമാണ് ഈമാൻ പൂർത്തിയായവരും സ്വർഗത്തിലേക്ക് ആദ്യമായി ആനയിക്കും
തെളിയിക്കപ്പെടുന്നവർ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആരാണ് ആ സമൂഹം? ഒന്ന് അഹ്സനുഹും ഖുലുഖ, ആ കൂട്ടത്തിൽ ഏറ്റവും സൽസ്വഭാവമുള്ള ആളുകളാണ്. രണ്ടാമത്തെ കാര്യം വഖിയാറുഹും ഇലാ നിസാഇഹിം, പെണ്ണുങ്ങളോട് മാന്യമായി പെരുമാറുന്നവരാണ്, സ്ത്രീകളോട് മാന്യമായി പെരുമാറുന്നവരാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വർഗ്ഗത്തിന് ആദ്യത്തെ അവകാശിയായി പറഞ്ഞത് മറ്റേത് അമൽ ചെയ്തവരും അല്ല, നിസ്കാരത്തഴമ്പ് കൊണ്ട് തന്റെ നെറ്റിത്തടത്തെ മൂടിയവൻ എന്നല്ല പറഞ്ഞത്. അഹ്സനുഹും ഖുലുഖൻ വഖിയാറുഹും ഇലാ നിസാഇഹിം, പെണ്ണിനോട് മാന്യമായി പെരുമാറുന്ന ആളുകൾ എന്നാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഭാര്യമാരോട് ഏറ്റവും മനോഹരമായി ഏറ്റവും സുന്ദരമായ വിധത്തിലും ശൈലിയിലും പെരുമാറിയ ആൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആയിഷ ബീവിയോട് ഒരവസരത്തിൽ ഒരു സംഘം ആളുകൾ വന്നിട്ട് റസൂലുള്ളാഹി തന്റെ വീട്ടിൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് വീട്ടിൽ നബി ഒന്നും ചെയ്യാറില്ല, ഭാര്യമാരെ കൊണ്ട് തൊഴിൽ ചെയ്യിപ്പിച്ച് ഭാര്യമാരെ അടുക്കളപ്പൊഴി അത് ആസ്വദിക്കുന്നവനായിരിക്കും പ്രവാചകൻ എന്നാണ്. കാരണം ദഅവത്തുള്ള ദാഇയല്ലേ, പ്രഗത്ഭനായ നേതാവല്ലേ, മഹാനായ പ്രവാചകനല്ലേ, എന്തൊക്കെ പ്രവർത്തനങ്ങൾ പ്രവാചകൻ ഉണ്ടാകും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വീട്ടിൽ വന്നാൽ ആ ക്ഷീണമൊക്കെ ആസ്വദിച്ച് തന്റെ വീട്ടിൽ ഭാര്യമാരെ കൊണ്ട് വേല ചെയ്യിപ്പിച്ച് കിടക്കുകയായിരിക്കും എന്നാണ് ഈ സഹാബികൾ മനസ്സിലാക്കിയത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത് മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മിഹ്നതി അഹ്ലിഹി, തന്റെ ഭാര്യമാർക്ക് വേണ്ടി ഏത് സേവനവും ചെയ്യുന്നവൻ, ഭാര്യമാരെ ബുദ്ധിമുട്ടാക്കുന്നവനല്ല, ഭാര്യമാരെ കുടുംബത്തെ ബുദ്ധിമുട്ടാക്കുന്നവനല്ല, ഭാര്യമാർക്ക് വേണ്ടി ഏത് സേവനവും ചെയ്യുന്നവനാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ വസ്ത്രം താൻ തന്നെ ശുദ്ധിയാക്കും. തന്റെ വസ്ത്രം, നിങ്ങൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. നമ്മൾ ഈ കൂട്ടത്തിൽ ഒരുപക്ഷെ കല്യാണം കഴിച്ചതിന് ശേഷം പിന്നെ ഒരിക്കൽ പോലും തന്റെ വസ്ത്രം അലക്കാത്ത ആളുകൾ ഉണ്ടായിരിക്കും. നമ്മുടെയൊക്കെ അഭിമാനം, നമ്മുടെയൊക്കെ വലിപ്പത്തരം നിങ്ങൾ ചിന്തിക്കണം. എന്നാൽ അർശും കുർസും ലൗഹും ഖലമും പടക്കാൻ കാരണക്കാരനായ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫതലഖ ആദമ മിൻ റബ്ബിഹി എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ദുർറുൽ മൻസൂറിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബായ റസൂലുള്ളാഹിനെ മുൻനിർത്തി അല്ലാഹുവിനോട് തവസ്സുലായി ദുആ ചെയ്തു, അല്ലാഹുവേ നജ്നി ബി ബറകതി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു ചോദിച്ചു, കൈഫ അറഫ്ത മുഹമ്മദൻ വമാ ഖലഖതു മുഹമ്മദ, ഇതുവരെ ഞാൻ മുഹമ്മദിനെ പടച്ചില്ലല്ലോ, മുഹമ്മദിനെ കൊണ്ട് നീ എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറയണമെങ്കിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുവരെ ഞാൻ പടച്ചിട്ടില്ലല്ലോ, നീ എങ്ങനെ മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ മറുപടി, ഖലഖതനി, നീ എന്നെ പടച്ചുവല്ലോ, ഫറഫഅതു റഅസി ഇലൽ ഉഫ്ഖി, ഞാൻ ആകാശത്തിലേക്കൊന്ന് തല ഉയർത്തി നോക്കി. അപ്പോൾ കണ്ടത് റഅയ്തു ഫീ ഖവാഇമിൽ അർശി മക്തൂബൻ ബിലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നാണ്. ഞാൻ അർശിന്റെ തുങ്കാലുകളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടതായി കണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന. ثم أدخلتني الجنة فرأيت في كوز الجنة وأكواب الجنة وأشجار الجنة وفروع أشجار الجنة وأوراق أشجار الجنة مكتوبا بلا إله إلا الله മുഹമ്മദുർ റസൂലുള്ളാഹ്. നീ എന്നെ സ്വർഗത്തിലാക്കി, സ്വർഗത്തിന്റെ വിരിപ്പുകളിൽ, സ്വർഗത്തിന്റെ പരവതാനികളിൽ, സ്വർഗത്തിന്റെ കൂജകളിൽ, കോപ്പകളിൽ, സ്വർഗത്തിലെ വൃക്ഷങ്ങളുടെ ഇലകളിൽ പോലും അതിന്റെ ട്രേഡ് മാർക്കായി നീ രേഖപ്പെടുത്തിയത്, നീ നൽകിയിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഅ്മിനീങ്ങൾ വളരെ സവിസ്തരം ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു തന്റെ സുനനിൽ ഈ ഹദീസ് തസ്ഹീഹ് ചെയ്തിട്ടുണ്ട്. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു തന്റെ മുസ്തദ്റക്കിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കണം, അല്ലാഹുവിന്റെ പരമപ്രധാനിയായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെയൊക്കെ ആയിട്ട് എന്താ ചെയ്തത്? ഭാര്യയെ ബുദ്ധിമുട്ടിക്കുകയല്ല, ഫീ മിഹ്നതി അഹ്ലിഹി, തന്റെ ഭാര്യമാർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കും. യുഫ്ലി തൗബഹു വയഹ്ലി ബുശാതഹു, ഞങ്ങളെ വീട്ടിൽ റസൂലുള്ളാഹി ഉണ്ട് എങ്കിൽ ഞങ്ങൾ ആട്ടിൻകൂടിന്റെ അടുത്തേക്ക് പോകാറില്ല. യഹ്ലിബു, ആടിനെ കറക്കുന്നത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. വയഖ്സിഫുന ഇലഹു, തന്റെ ചെരുപ്പിനെയും ശുദ്ധിയാക്കുന്നത്, ചെരുപ്പിന്റെ മാലിന്യങ്ങൾ അകറ്റുന്നതും അതിനെ ഭംഗിയാക്കുന്നതും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. എന്തിന്? വയഖുമ്മു,
കെട്ടാൻ കിടക്കുന്ന മുറി അടിച്ചു വാരുന്നത് നിങ്ങൾ ചിന്തിക്കുക. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മാച്ചിൽ ചൂല് പിടിക്കാത്ത ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ടാകും. നമ്മളെ പറ്റിയാണ് നമ്മൾ ലഅല്ലകും തത്തഖൂനാകാൻ നടക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖുമു ബൈതഹു, തന്റെ വീട്ടിൽ തന്റെ റൂം അടിച്ചു വാരുക. മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, ഒരു ഭാര്യമാരല്ല, ഒന്നിലേറെ ഭാര്യമാർ, എത്രയേറെ ഭാര്യമാർ മുസ്തഫായ റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും അതൊന്നും അവരെ ബുദ്ധിമുട്ടാക്കാനായിരുന്നില്ല, മറ്റൊരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാ ഒന്നുമായിരുന്നില്ല. ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉലിയ, ഹബീബായ റസൂലുള്ളാഹിന്റെ ഏത് വിവാഹത്തിന്റെയും പിന്നിൽ ഒന്നിരിക്കലും സാധുവായ പെണ്ണിനെ രക്ഷപ്പെടുത്തുക, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലിമത്ത് വളരാനുള്ള സാധ്യത ഒരുക്കുക എന്നല്ലാത്ത ഒരു ലക്ഷ്യവും ഹബീബായ റസൂലുള്ളാഹിന്റെ ഒരു വിവാഹത്തിന്റെയും പിന്നിൽ കാണുക നേരായ ബുദ്ധിയോടെ ചിന്തിക്കുന്ന ഒരാൾക്കും കാണുക സാധ്യമല്ല. അള്ളാഹുവിന്റെ ഹബീബിനോട് ആദരവ് പാലിക്കുന്നവരിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശ്വാസികളെ, വിവാഹത്തിന്റെ അടിസ്ഥാനം എന്താണ് ആദ്യമായി വിവാഹത്തിൽ ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമതായി വിവാഹത്തിൽ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിനുള്ള തഖ്വയാണ്. സൂറത്തുൻ നിസാഇന്റെ 1-ാമത്തെ വചനം. ഞാൻ ഈ വചനത്തിൽ ഒരു അത്ഭുതം കാണുകയാണ്. ഒരു വചനത്തിൽ 2 തവണ ഇത്തഖു ഇത്തഖു എന്ന് പറഞ്ഞ ആയത്തുകൾ വളരെ വിരളമാണ്. എന്നാൽ കല്യാണം കഴിക്കുന്ന വിഷയം പറഞ്ഞപ്പോഴാണ് ഒരായത്തിൽ 2 വട്ടം ഇത്തഖു എന്ന് പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിക്കുക, സൂറത്തുൻ നിസാഇന്റെ 1-ാമത്തെ വചനം. അല്ലാഹു പറയുന്നു, യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബث മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. അല്ലാഹു പറയുന്നു. നോക്ക്, ഈ ആയത്ത് വളരെ ചിന്തിക്കണം. വിവാഹത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നവൻ ആദ്യമായി മനസ്സിലാക്കേണ്ടത് അതിന്റെ തുടക്കവും തഖ്വയായിരിക്കണം, ഒടുക്കവും തഖ്വയായിരിക്കണം. ഒരായത്തിൽ തുടക്കത്തിൽ തഖ്വ പറഞ്ഞു, ഒടുക്കത്തിൽ വീണ്ടും. ഒരായത്തിൽ 2 തവണ ഇത്തഖു ഇത്തഖു. ഇത് ചിന്തിക്കേണ്ടതല്ലേ മനുഷ്യൻ? അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇത്തഖു റബ്ബക്കും, നിങ്ങൾ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ പേടിക്കണം. നിങ്ങൾ വിവാഹം എന്നത് കേവലം പണമുണ്ടാക്കാനുള്ള ഒരു ഏർപ്പാടാക്കി മനസ്സിലാക്കരുത്. അല്ലാഹുവിനെ സൂക്ഷിക്കാനും നിങ്ങൾക്ക് തഖ്വ ലഭിക്കാനുമുള്ള മാനദണ്ഡമാകണം വിവാഹം. തഖ്വ ലഭിച്ചാലേ ഹുദൻ ലിൽ മുത്തഖീൻ, വിശുദ്ധ ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് ഹുദ ലഭിക്കുകയുള്ളൂ. ഹിദായത്ത് ലഭിച്ചാലേ അള്ളാഹുവിന്റെ സ്വർഗം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അഥവാ ഹിദായത്തിന്റെ ആണിക്കല്ലാണ് തഖ്വ എന്ന് പറയുന്നത്. അള്ളാഹു നമ്മെ ആ വിഭാഗത്തിൽ ചേർക്കുമാറാകട്ടെ. അള്ളാഹു പറഞ്ഞു, എന്നിട്ട് അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹ, തന്റെ ഇണയെ പടച്ചു കൊടുത്തു. വബഥ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, ഈ വിശാലമായ പരന്നു കിടക്കുന്ന പ്രവിശാലമായ രാജ്യങ്ങളിൽ കാണുന്ന കോടിക്കണക്കായ ഇന്ന് നിലനിൽക്കുന്നവരും കഴിഞ്ഞുപോയതുമായ കോടിയായ മനുഷ്യ ജനസഞ്ചയത്തെ ആണിൽ നിന്നും പെണ്ണിനെയും ഇണയാക്കിയാണ് അല്ലാഹു തആല പടച്ചിട്ടുള്ളത്. വീണ്ടും അല്ലാഹു പറഞ്ഞു, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഒരായത്തിന്റെ തുടക്കത്തിൽ തഖ്വ, ഒരായത്തിന്റെ ഒടുക്കത്തിൽ തഖ്വ. ഒരായത്തിൽ 2 തവണ തഖ്വ. വളരെ വിരളമായി മാത്രമേ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മാത്രമേ അല്ലാഹു ഇങ്ങനെ പറയാറുള്ളൂ. അതുകൊണ്ട് വിവാഹത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായ ലക്ഷ്യം, വിവാഹത്തിന്റെ ആണിക്കല്ല്, വിവാഹം തുടങ്ങുന്നത് തഖ്വയിൽ നിന്നായിരിക്കണം, ലാഭേച്ഛയിൽ നിന്നാകരുത് എന്ന് അല്ലാഹു തആല ഇവിടെ സൂചിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വിശ്വാസികൾ ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്, ഒരു മുഅ്മിനായ മനുഷ്യന് തഖ്വയും അതുവഴി ഈമാനും അതുവഴി അല്ലാഹുവിന്റെ മഹത്തായ പുണ്യവും സ്വർഗവും നേടാൻ ഏറ്റവും മഹത്തായ വേദിയാണ് വിവാഹവും ഇണയും ഭാര്യയും എന്ന് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കുക, മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കിട്ടാനുള്ള മാർഗം ഭാര്യയാണ്. അത് സ്വർഗം കളയാനാക്കരുത്. വിശ്വാസികൾ ചിന്തിക്കുക. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ്, ഇമാം മുസ്ലിമിന്റെ ഹദീസാണ്. എന്താ പറയുന്നത്? ദീനാറുൻ അൻഫഖതഹു ഫീ സബീലില്ലാഹ് വദീനാറുൻ അൻഫഖതഹു ഫീ റഖബത്തിൻ വദീനാറുൻ തസദ്ദഖത അലാ മിസ്കീനിൻ വദീനാറുൻ അൻഫഖതഹു അലാ അഹ്ലിക്. ദീനാറുൻ, ഒരു ദീനാർ, ഒരു സ്വർണ്ണ നാണയം, ഒരു നാണയം, അൻഫഖതഹു ഫീ സബീലില്ലാഹ്, നീ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അവന്റെ കലിമത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ചെലവഴിച്ചു. 2 വദീനാറുൻ, വേറെ ഒരു നാണയം, അൻഫഖതഹു ഫീ റഖബത്തിൻ, ഒരു അടിമയെ മോചിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ചെലവഴിച്ചു. വദീനാറുൻ തസദ്ദഖത അലാ മിസ്കീനിൻ,
ഒരു ദീനാർ നീ ഒരു മിസ്കീന് സദഖ കൊടുക്കാൻ വേണ്ടി ചെലവഴിച്ചു. വദീനാറുൻ അൻഫഖതഹു അലാ അഹ്ലിക, ഒരു ദീനാർ നിന്റെ ഭാര്യക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയും നീ ചെലവഴിച്ചാൽ. ഇമാം മുസ്ലിമിന്റെ ഹദീസാണ്, സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയതാണ്. അല്ലാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയുന്നു, എന്നാൽ അഅ്ലമുഹാ അജ്റൻ അല്ലദീ അൻഫഖതഹു അലാ അഹ്ലിക, അജ്റൻ ഏറ്റവും കൂലി കിട്ടുന്നത് അല്ലദി ഒരു ദീനാറാണ്, അൻഫഖതഹു ആ ദീനാറിന് നീ ചെലവഴിച്ചത് അലാ അഹ്ലിക നിന്റെ ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കാനായിരിക്കും. അഥവാ ഭാര്യയാണ് ഒരു മുഅ്മിനായ മനുഷ്യന് സ്വർഗം നേടിത്തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. ബാച്ചിലേഴ്സ് ഒക്കെ ചിന്തിക്കണം, വിവാഹം എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വേദിയാണ്. അതുകൊണ്ട് തന്നെയാണ് വിവാഹം കഴിക്കാൻ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആസ്വാദനം എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും അവസാനത്തെ വേദി മാത്രമാകുന്നു. ആസ്വാദനമല്ല അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം. വിശ്വാസികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അള്ളാഹുവും അവന്റെ റസൂലുമാണ്. വിശ്വാസികൾ ചിന്തിക്കുക, നോക്കൂ നിങ്ങൾ, പെണ്ണിനെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇതുപോലത്തെ ഒരു റമളാൻ മാസം സൂറത്തുൽ ബഖറയുടെ 187-ാമത്തെ വചനം അള്ളാഹു പറയുന്നു. നല്ലോണം ചിന്തിക്കണം. ഈ ആയത്തിന്റെ അർത്ഥത്തിൽ പലപ്പോഴും തെറ്റുപറ്റാറുണ്ട് എന്നെനിക്ക് തോന്നുകയാണ്. നോക്കൂ, സൂറത്തുൽ ബഖറയുടെ 187-ാമത്തെ വചനം അള്ളാഹു പറയുന്നു, ഉഹില്ലലകും നിസാഇക്കും, ഭാര്യ നിങ്ങൾക്ക് ആരാണെന്ന് അള്ളാഹു പറഞ്ഞു തരുന്നത്. ഉഹില്ലലകും ലൈലത സിയാമിർ റഫതു ഇലാ നിസാഇക്കും ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന. ഈ ആയത്തിന് ഇന്ന് നമ്മൾ ഹുന്ന സൗബുൽ ലക്കും വഅൻതും സൗബുൽ ലഹുന്ന എന്നാണ് അർത്ഥം വെക്കാറുള്ളത്. നിങ്ങൾക്ക് അവർ വസ്ത്രവും അവർക്ക് നിങ്ങൾ വസ്ത്രവുമാണ്. അങ്ങനെയല്ല പറഞ്ഞത്. ഹുന്ന ലിബാസുൽ ലക്കും, ആണിന് പെണ്ണ് വസ്ത്രമാണ് എന്നല്ല പറഞ്ഞത്. വസ്ത്രം എന്ന അർത്ഥത്തിലാണ് എങ്കിൽ സൗബ് എന്നാ പറയേണ്ടത്. ലിബാസിന് സൗബർ എന്നല്ല അർത്ഥം. ഈ അങ്ങാടിയിൽ ടെക്സ്റ്റൈൽസിൽ കാണുന്ന ഈ ഉരുപ്പടികളൊക്കെ, ഈ റെഡിമെയ്ഡ് വസ്തുക്കളൊക്കെ വസ്ത്രങ്ങളാണ്. ഏറ്റവും ചുരുങ്ങിയത് ശീലയെ പറ്റിയല്ല പറയുന്നത്. റെഡിമെയ്ഡായി അടിച്ചു വെച്ചതൊക്കെ വസ്ത്രങ്ങളാണ്. അതിന് സൗബ് എന്ന് പറയും, എന്നാൽ അതിന് ലിബാസ് എന്ന് പറയില്ല. ലിബാസ് എന്ന് പറയുന്നത് ഹീന യൽബിസുഹു. ഇന്ന് രാവിലെ ഞാൻ ഇത് അണിയുന്നതിന് മുമ്പ് ഇത് സൗബായിരുന്നു, ഇപ്പോൾ ഇത് ലിബാസാണ്. നിങ്ങൾ ചിന്തിക്കണം. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന് അല്ലാഹു പറയുന്ന അർത്ഥം കാണണം. ഹുന്ന സൗബുൽ ലക്കും വഅൻതും സൗബുൽ ലഹുന്ന എന്നല്ല പറഞ്ഞത്. ഹുന്ന ലിബാസുൽ ലക്കും, അഥവാ നിങ്ങളുടെ ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രങ്ങളാണ് അവർ. അവരുടെ കേവല വസ്ത്രങ്ങളല്ല, നിങ്ങളെ ചുറ്റിയതാണത്. നിങ്ങളുടെ ഏറ്റവും ഗോപ്യമായ അവയവത്തിൽ പോലും ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അവർ. അവരുടെ ഗോപ്യമായ അവയവത്തിൽ പോലും ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് നിങ്ങൾ. വളരെ ശ്രദ്ധിക്കണം. ഈ ആയത്തിൽ നമ്മൾ അർത്ഥം വെക്കാറുള്ളത് ഹുന്ന സൗബുൽ ലക്കും വഅൻതും സൗബുൽ ലഹുന്ന എന്ന അർത്ഥത്തിലാണ്. ഭീമമായ ബന്ധമാണത്. അവർ നിങ്ങൾക്ക് വസ്ത്രവും നിങ്ങൾ അവർക്ക് വസ്ത്രവും എന്നല്ല പറഞ്ഞത്. അണിയുന്ന വസ്ത്രം ഉടയാട എന്ന് പറയാം. വസ്ത്രം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ കിതാബിനോടുള്ള നീതിയല്ല. ഇത് ഇന്ന് രാവിലെ വരെ സൗബാണ്, ഇപ്പോൾ ഇത് ലിബാസാണ്. എന്നാൽ എനിക്ക് തന്നെ വേറെയും കൂട്ടം വസ്ത്രങ്ങളുണ്ടല്ലോ, അതിപ്പോൾ ലിബാസ് അല്ല. എന്താണ്? സൗബാണ്. നല്ലോണം ചിന്തിക്കണം. നോക്കൂ, ഇപ്പോൾ ഇത് സൗബാണ്, ഞാൻ ഉപയോഗിക്കുമ്പോൾ ഇത് ലിബാസാണ്. ഞാനിത് തലയിൽ കെട്ടുമ്പോൾ ലിബാസാണ്, നേരെ മറിച്ച് ഇവിടെ വെക്കുമ്പോഴോ സൗബാണ്. വളരെ ചിന്തിക്കാം. അഥവാ നിങ്ങളുടെ ശരീരവുമായി ബന്ധപ്പെട്ടവരാണ് അവർ നിങ്ങളെ ചുറ്റിപ്പറഞ്ഞു കിടക്കുകയാണ്. നിങ്ങൾ അവരെയും. അത്ര വലിയ ബന്ധമാണ് സ്ത്രീയും പുരുഷനും തമ്മിൽ ഉള്ളത് എന്ന് വിശുദ്ധമായ സൂറത്തുൽ ബഖറയുടെ 187-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അള്ളാഹു കാര്യങ്ങളെ യഥാവിധി ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വിവാഹത്തിന് പ്രധാനമായും 5 ഘടകങ്ങളാണുള്ളത്. 1, ഭാര്യയുണ്ടാവുക, ഒരു പെണ്ണ്. 2, ഒരു പുരുഷൻ. ഭാര്യ കഴിഞ്ഞാൽ അവൾ ഭാര്യ എന്നായി, എങ്കിലും അവളെ തൽക്കാലം നമുക്ക് ഭാര്യ എന്ന് വിളിക്കാം. അതിനെ പിന്നായിത്തീരുന്നതിലേക്ക് ചേർത്തിയിട്ട് ഒരു പെണ്ണ്, ഒരാണ്. പിന്നെ 3-ാമത്തെ ഘടകം വലിയാണ്. 4-ാമത്തെ ഘടകം ഷാഹിദാനിയാണ്.
2 സാക്ഷികൾ ഉണ്ടായിരിക്കണം. 5-ാമത്തെ ഘടകം സീറ, അത് പറയുന്ന, അതിനെ പരസ്പരം ഉറപ്പിക്കുന്ന പദങ്ങൾ അവർ പറയണം. ഇതിനാലുണ്ടായിത്തീരുന്ന മറ്റൊരു നിർബന്ധം, ഒരൊറ്റ നിർബന്ധമാണുള്ളത്, അതാണ് മഹർ. നോക്കൂ, വിവാഹത്തിന് 5 ഘടകങ്ങളുണ്ട്. ആ 5 ഘടകങ്ങളാൽ ഉണ്ടായിത്തീരുന്നത് ഒരു നിർബന്ധമാണ്. എന്ത്? മഹർ. 5 ഘടകങ്ങളാണുള്ളത്. 1 ഒരു പെണ്ണ്, 1 ഒരാണ്, 3-ാമത്തേത് വലിയ, 4 ഷാഹിദാനി സാക്ഷികള്, 5-ാമത്തെ കാര്യം സീഗ, അഥവാ ആണിനെയും പെണ്ണിനെയും പരസ്പരം ബന്ധപ്പെടുത്തുന്ന അതിന്റെ പ്രയോഗം, സംസാര പ്രയോഗം സീഗ. ഇങ്ങനെയുള്ള 5 ഘടകങ്ങളും ആ 5 ഘടകങ്ങളാൽ ഉദ്ഭൂതമായി തീരുന്ന ഒരു നിർബന്ധ കാര്യവും. ഏതാ നിർബന്ധ കാര്യം? മഹർ. ഇതാണ് വിവാഹത്തിന്റെ അടിസ്ഥാനം, ഇതാണ് വിവാഹത്തിന്റെ അസ്തിത്വം. ഇങ്ങനെ മാത്രമേ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വളരെ നമ്മൾ ചിന്തിക്കണം. അള്ളാഹുവിന്റെ ഹബീബ് മുസ്തഫ റസൂലുള്ളാഹിന്റെ അരികിൽ ഒരാൾ വന്നു. നബിയെ, എനിക്ക് കല്യാണം കഴിച്ചു തരൂന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കയ്യിലാകട്ടെ അരയുടുപ്പല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. താൻ ഉടുത്ത ഈ അരയുടുപ്പല്ലാതെ മറ്റൊന്നും ആ സാധുവിന്റെ കൈവശം ഉണ്ടായിരുന്നില്ല. നോക്കൂ നിങ്ങൾ, അലിവ് തോന്നിയാണെങ്കിൽ മഹറില്ലാതെ ഇയാൾക്ക് കെട്ടിച്ചു കൊടുക്കണം. പക്ഷേ മുസ്തഫ റസൂലുള്ളാഹ് കെട്ടിച്ചു കൊടുത്തില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, മഹറിന് വേണ്ടി മറ്റേതെങ്കിലും വളഞ്ഞ വഴി സ്വീകരിക്കാൻ പറഞ്ഞതുമില്ല. വളരെ ചിന്തിക്കണം. ഞാൻ വിശദീകരിക്കും പിന്നീട്, നിങ്ങളൊക്കെ ആലോചിക്കണം. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞത്, ഇൽതമിസ്, നീ പോയി കൊണ്ടുവാ, നീ തന്നെ പോയി കൊണ്ടുവാ, നീ തന്നെ അധ്വാനിച്ചു കൊണ്ടുവാ. വലൗ ഖാതമൻ മിൻ ഹദീദ്, ഒരിരുമ്പിന്റെ മോതിരമെങ്കിലും, ഒരിരുമ്പിന്റെ മോതിരമെങ്കിലും അവൾക്ക് കൊടുക്കാൻ നീ അധ്വാനിച്ച് നേടിക്കൊണ്ടുവന്നാൽ അത് മറ്റൊരാളിൽ നിന്ന് നീ ദാനമായി നിനക്ക് ലഭിച്ചതാവാം, അല്ലെങ്കിൽ നീ അധ്വാനിച്ചതാവാം. ഇൽതമിസ്, നീ തേടിക്കൊണ്ടുവാന്നാ പറഞ്ഞത്. നീ കടമായിക്കോന്ന് പറഞ്ഞില്ല. ഇന്ന് നമ്മളിൽ ഏർപ്പാടുണ്ട്, കണ്ടു കടമായിക്കാന്ന് പറയും. മനസ്സിലായില്ല? ഇന്ന് നമ്മൾ 3-4 പവന് ഒക്കെ മഹർ കൊടുക്കാൻ ഏൽപ്പിക്കും. മഹർ ജ്വല്ലറിയിൽ പോയി വാങ്ങും, എന്നിട്ട് നേരെ കല്യാണ പിറ്റേന്ന് തരാന്ന് പറഞ്ഞേൽപ്പിക്കും. മദീന അങ്ങാടിയിലെ ഏതെങ്കിലും ഒരു ഇരുമ്പ് വിൽക്കുന്ന പീടികയിൽ നിന്ന് നീ ഒരു മോതിരം വാങ്ങിക്കൊണ്ടുവാ. ആ മോതിരത്തിന്റെ പൈസ നാളെ അവളെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ കൊടുക്കണം. കൊടുക്കാമല്ലോ എന്ന് മുസ്തഫ റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. ഇൽതമിസ്, നീ നേടിക്കൊണ്ടുവാ. വലൗ ഖാതമൻ മിൻ ഹദീദ്, ഒരിരുമ്പിന്റെ മോതിരമെങ്കിലും കൊണ്ടുവാ എന്ന് ഹബീബായ റസൂലുള്ളാഹി അദ്ദേഹം അന്വേഷിച്ചു പോയി. എന്നാൽ വമാ വജദഹു, ഒരിരുമ്പിന്റെ മോതിരം പോലും അദ്ദേഹത്തിന് ലഭിച്ചില്ല. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി അദ്ദേഹത്തിന് കല്യാണം കഴിക്കുകയും വേണം, ചെലവിന് കൊടുക്കാമെന്ന് അദ്ദേഹം ഏറ്റിട്ടുണ്ട്. മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് ചോദിച്ചു, ഹൽ ഇൻദക ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ വഹൽ ഇൻദക ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ വഹൽ ഇൻദക ഖുൽ ഹുവല്ലാഹു അഹദ്, നിനക്ക് ഇദാ സുൽസിലത്തി അറിയുമോ എന്ന് ചോദിച്ചു. ഖാല നഅം, അറിയുന്നു. വഹൽ ഇൻദക ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, നിനക്ക് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ അറിയുമോ എന്ന് ചോദിച്ചു. ഖാല നഅം. ഫഖാല, അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, അല്ലിംഹാ ഫദാലിക സദാഖുഹാ, ആ പെണ്ണിന്റെ മഹറാണത്, ആ പെണ്ണിന് നീ അത് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്നാലും മഹറില്ലാതെ പറ്റില്ല. ഇൽമിനെ മഹറാക്കാം, എന്നാലും മഹർ വേണം. മഹറില്ലാതെ നടക്കുന്ന കാര്യമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, പെണ്ണിനെ ഒരു മനുഷ്യൻ പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് ജീവിക്കാൻ വേണ്ടിയല്ല ശറഅ് പറഞ്ഞിട്ടുള്ളത്, തന്നെ കൊണ്ട് പെണ്ണിനെ ജീവിപ്പിക്കാനാണ്. അത് കഴിയാത്ത ആളുകൾക്ക് നോമ്പ് നോൽക്കാം. മനിസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, നിങ്ങളെ കൂട്ടത്തിൽ പെണ്ണിനെ ജീവിപ്പിക്കാൻ കഴിയുന്നവർ പെണ്ണിനെ കൊണ്ട് ജീവിക്കുകയല്ല, പെണ്ണിന് സ്ത്രീധനം വാങ്ങിയിട്ട് അതിനെ കൊണ്ട് ഒരു ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് അതുകൊണ്ട് ചെലവഴിയല്ല. മനിസ്തതാഅ മിൻകുമുൽ ബാഅ, നിങ്ങളെ കൂട്ടത്തിൽ പെണ്ണിനെ ജീവിപ്പിക്കാൻ ആർക്കൊക്കെ കഴിയുമോ ഫല്യതസവ്വജ്, അവന് കല്യാണം കഴിക്കാം. വമല്ലം യസ്തതി, അങ്ങനെ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഫഅലൈഹി ബിസ്സൗമി, അവൻ നോമ്പ് നോൽക്കണം. ഫഇന്നഹു ലഹു വിജാ, അത് അവന്റെ വികാരത്തെ ശമിപ്പിക്കും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ചിന്തിക്കുക. അഥവാ പരിശുദ്ധമായ വിവാഹത്തിന്റെ വേളയിൽ പെണ്ണുമായി പിടിച്ചു വാങ്ങുന്ന ഒരു കാര്യവും ശറഇലില്ല. വിവാഹത്തിനു ശേഷം പെണ്ണിൽ നിന്ന് പിടിച്ചു വാങ്ങുന്ന ഒരു പരിപാടിയും ശറഇലില്ല. പകരം അവൻ പെണ്ണിനെ അങ്ങോട്ട് നൽകണം. നൽകാൻ കഴിയുന്നവർ മാത്രമേ വിവാഹം കഴിക്കാവൂ. അള്ളാഹുവിന്റെ വിശുദ്ധ കിതാബിലോ തിരുവചനങ്ങളിലോ ഏതെങ്കിലും ഒരു ആയത്തോ ഹദീസോ പരിശോധിച്ചു നോക്കിയാൽ പെണ്ണിൽ നിന്ന് ആണിന് കൈയിട്ടെടുക്കാവുന്ന ഒരു ചാൻസുമില്ല.
പെണ്ണിന്റെ കീശയിൽ നിന്ന് ആണിന് കൈയിട്ട് അവൾ അറിയാതെ പെണ്ണിന്റെ കീശയിൽ നിന്ന് കൈയിട്ടെടുക്കാവുന്ന ഒരു ചാൻസ് ഇല്ല. എന്നാൽ അവൾ ഇഷ്ടപ്പെട്ടാൽ കൊടുക്കാം, അവൻ ഉപയോഗിക്കാം. അത് അയൽവാസി ഇഷ്ടപ്പെട്ടാൽ അയൽവാസി കൊടുത്താലും സ്വീകരിക്കാം. പെണ്ണ് എന്ന കണക്കൊന്നും അവിടെ ഇല്ല. നോക്കൂ, നിങ്ങൾ വളരെ ചിന്തിക്കണം. പെണ്ണിന്റെ കീശയിൽ കൈയിട്ട് വാങ്ങുന്ന ഒരു ഹദീസോ ആയത്തോ ഇല്ല. എന്നാൽ പുരുഷന്റെ കീശയിൽ പെണ്ണിന് കൈയിട്ട് വാരാവുന്ന ഹദീസുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നല്ല പോലെ ചിന്തിക്കണം. പൈസയും പെണ്ണും തമ്മിൽ പെണ്ണിന് അങ്ങോട്ട് കൊടുക്കുക, കൊടുത്തിട്ടില്ലെങ്കിൽ പെണ്ണിന് കൈയിട്ടെടുക്കാം, വാരാം, മിനിമം ഭാഷയിൽ കട്ടെടുക്കാം എന്നെ. പെണ്ണിൽ നിന്ന് കട്ടെടുക്കാനോ കവർച്ചയെടുക്കാനോ അറിഞ്ഞെടുക്കാനോ ഉള്ള ഒരു ചാൻസുമില്ല. നേരെ മറിച്ച് പെണ്ണിന് പുരുഷനിൽ നിന്ന് കട്ടെടുക്കാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കട്ടെടുക്കുക എന്നുള്ളത് സാന്ദർഭികമായി ആ വിഷയം പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. നോക്കൂ നിങ്ങൾ, അത് കക്കലല്ല. അഥവാ പെണ്ണിന് ആണിന് അവകാശമുണ്ട്. ധനപരമായി പെണ്ണിൽ ആണിന് അവകാശം ശറഅ് നൽകിയിട്ടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നു. ഖാലത്ത് ഇംറഅതു അബീ സുഫിയാൻ, അബൂ സുഫിയാന്റെ ഭാര്യ റളിയല്ലാഹു അൻഹു മുസ്തഫായ നബിയുടെ അരികിൽ വന്നു. യാ റസൂലല്ലാഹ്, മുസ്തഫായ നബിയെ, ഇന്ന അബാ സുഫിയാൻ റജുലുൻ ഷഹീഹുൻ, വളരെ ലുബ്ധനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ലൈസ യുതീനി മാ യക്ഫീനി വവലദി, എനിക്കും എന്റെ കുട്ടിക്കും മതിയായ ഞങ്ങളുടെ വിശപ്പ് മാറാനുള്ള ഒരു അളവ് അദ്ദേഹം തരാറില്ല. ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പലർക്കും പല ജാതി സ്വഭാവം ഉണ്ടാവുമല്ലോ. ഒരു സ്വഭാവം അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഒരു രീതി, അവിടുത്തെ ഭാര്യ പറയാണ്, കൊടുക്കാഞ്ഞിട്ടല്ല, ആ ഭാര്യക്ക് അനുമതിയായില്ല എന്നർത്ഥം. ഈ ഭാര്യ മോശമായി അവരെ പറ്റി വിചാരിക്കരുത്. അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ഉന്നതന്മാരാണ്, അവർ മഹാന്മാരാണ്, അവർ ആദരിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നോക്കൂ, ബഹുമാനപ്പെട്ടവര് ഭാര്യ വന്നിട്ട് കൊടുക്കുന്നുണ്ട്, അവർക്ക് തികയുന്നില്ല എന്നാണ് അവരുടെ തീരുമാനം. മുസ്തഫായ നബിയുടെ അരികിൽ വന്നിട്ട് പറയാ, നബിയേ, ഇന്ന അബാ സുഫിയാൻ റജുലുൻ ഷഹീഹുൻ ലൈസ യുതീനി മാ യക്ഫീനി വവലദി, എനിക്കും കുട്ടിക്കും കൂടി മതിയാവുന്നത് എനിക്ക് തരാറില്ല. ഇല്ലാ മാ അഖൽതു മിൻഹു വഹുവ ലാ യഅലമു, ഞാൻ അദ്ദേഹത്തിന്റെ കീശയിൽ ഇടക്കിടക്ക് കൈയിട്ട് വാരാറുണ്ട്. വഹുവ ലാ യഅലമു, അദ്ദേഹം ഈ കാര്യം അറിയാറുമില്ല. അതെനിക്ക് ജായിസാകുമോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, ഖുദി മാ യക്ഫീകി വവലദഹു ബിൽ മഅറൂഫ് എന്ന്, കൈയിട്ടെടുത്തോ, പക്ഷെ വല്ലാതെ എടുക്കരുത്, ഒരു മാന്യത കാണിക്കണം എന്ന്. നോക്കൂ നിങ്ങൾ, പെണ്ണിന്റെ കീശയിൽ കൈ, വിവാഹത്തിന്റെ തലേന്നോ വിവാഹത്തിന്റെ അന്നോ പിറ്റേന്നോ പെണ്ണിന്റെ കീശയിൽ ആണിന് കൈയിടുന്ന ഒരു ഹദീസില്ല. ഇല്ല, ഉണ്ടെങ്കിൽ കാണിക്കൂ. ഉണ്ടെങ്കിൽ ഇവിടെ ഇത് കഴിഞ്ഞിട്ട് ഒരു ചോദ്യോത്തരവുണ്ട്, കാണിക്കാമല്ലോ. കുറെ ആളുകളോട് കൂടിയിട്ടുണ്ടല്ലോ. പെണ്ണിന്റെ കീശയിൽ ആണ് കൈയിട്ടെടുക്കുന്ന ഒരു ചർച്ച ശറയിൽ കാണുന്നില്ല. നേരെ മറിച്ച് ആണിന്റെ കീശയിൽ പെണ്ണിന് കൈയിട്ടെടുക്കാം എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ നമ്മൾ ചിന്തിക്കണം. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ നൽകുമാറാകട്ടെ. എന്തിന് പെണ്ണിന് പുരുഷൻ കൊടുത്തത് പോലും പുരുഷൻ തിരിച്ചെടുക്കാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവളുടെ വാപ്പ കൊടുത്തതല്ല, അവൻ കൊടുത്തത് പോലും അവൾക്ക് കൊടുത്തു പോയാൽ പിന്നെ തിരിച്ചെടുക്കാൻ പാടില്ല എന്ന് ശറഅ് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൻ നിസാഇന്റെ 20-21 വചനങ്ങൾ. വഇൻ അറദ്തും ഇസ്തിബ്ദാല സൗജിൻ മകാന സൗജ് വആതൈതും ഇഹ്ദാഹുന്ന ഖിൻതാറാ ഫലാ തഅഖുദൂ മിൻഹു ശൈആ അതഅഖുദൂനഹു ബുഹ്താനൻ വഇസ്മൻ മുബീനാ وكيف تأخذونه وقد أفضى بعضكم إلى بعض وأخذن منكم ميثاقا غليظا. സൂറത്തുൻ നിസാഇന്റെ 20-21 വചനങ്ങൾ. അല്ലാഹു പറയുന്നു, ഇൻ അറത്തും ഇസ്തിബ്ദാല സൗജിൻ മകാന സൗജിൻ, ഒരു ഭാര്യയെ ഒഴിവാക്കിയിട്ട് മറ്റൊരു ഭാര്യയെ വേൽക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ പോലും, വആതൈതും ഇഹ്ദാഹുന്ന ഖിൻതാറ, നിങ്ങൾ ഒരു പെണ്ണിന് അനവധി പൊന്നു കൊടുത്തിരുന്നു. അനവധി, നിങ്ങൾ വിവാഹം ചെയ്ത പെണ്ണിന് അനവധി ധനം നിങ്ങൾ കൊടുത്തിരുന്നു. അവൾക്ക് മഹ്റന്റെ പേരിൽ അനവധി ധനം നിങ്ങൾ കൊടുത്തിരുന്നു. എങ്കിൽ പോലും ഫലാ തഅഖുദൂ മിൻഹു ശൈആ, അതിൽ നിന്ന് ഒരല്പം പോലും നിങ്ങൾ തിരിച്ചു വാങ്ങാൻ പാടില്ല.
ഒരിക്കലും ഒരു പെണ്ണിൽ നിന്ന് അവൾക്ക് കൊടുത്ത മഹറായി ഏൽപ്പിച്ചതിൽ നിന്ന് വളരെ വ്യക്തമായി അടുത്ത ആയത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് നാണല്ലേ, എങ്ങനെ നിങ്ങൾ പെണ്ണിന് കൊടുത്തത് മടക്കിയെടുക്കുക? നിങ്ങളുടെ ലൈംഗിക ആസ്വാദനത്തിന് വേണ്ടി അവൾ വേദിയായില്ലേ? വിവാഹത്തിലൂടെ നിങ്ങളുടെ എന്തും ആസ്വദിക്കാനുള്ള ഒരു ഉടമ്പടി അവൾ നിങ്ങളിൽ നിന്ന് വാക്കി വെക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് പെണ്ണിന് കൊടുത്തത് നിങ്ങൾ മടക്കുക എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. സൂറത്തുൻ നിസാ 20-21 വചനം. ഞാൻ ഇതെന്തിനാ പറഞ്ഞത്? സ്വന്തം കൊടുത്തത് പോലും തിരിച്ചെടുക്കാൻ പാടില്ല എന്നാണ് ശറഅ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്തുകൊണ്ട് സൂറത്തുൻ നിസാഇന്റെ 34-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വളരെ ചിന്തിക്കണം. അല്ലാഹു പറയുന്നത് അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, ഇതെല്ലാവർക്കും കിട്ടുന്ന ഒരു ആയത്താ. പക്ഷെ ഈ ആയത്തിന് ബാക്കി കിട്ടൂല. ബാക്കി കിട്ടിയ കഥ കഴിയും. ഈ ആയത്ത് എല്ലാവർക്കും കിട്ടും, പക്ഷെ ബാക്കി കിട്ടൂല. ഈ ആയത്ത് എന്താ പറയുന്നത്? അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ, അർരിജാലു ആണുങ്ങൾ, ഖവ്വാമൂന അലൻ നിസാഇ പെണ്ണുങ്ങളുടെ മേലുള്ള മേലധികാരികളാണ്. നോക്കൂ നിങ്ങൾ, എപ്പോഴാണ് ഇവൻ മേലധികാരിയാവുക? ഇതേ ആയത്തിൽ പറയുന്നുണ്ട്. എപ്പോഴാണ് മേലധികാരിയാവുക? അവളെ വാപ്പാനെ കൊണ്ട് നാട്ടിലൊക്കെ തെണ്ടിച്ച് പൈസ വാങ്ങിയിട്ട് കീശയിലിട്ടിട്ട് മേലധികാരി എന്നല്ല പറയുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, എപ്പോഴാണ് ഈ പെണ്ണിന്റെ മേലധികാരിയാവുക? ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദിൻ, പെണ്ണിനേക്കാൾ ആണിന് അല്ലാഹു തആല ശ്രേഷ്ഠത കൊടുത്തിട്ടുണ്ട്. വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, ആണിന്റെ ധനത്തിൽ നിന്ന് പെണ്ണിന് അങ്ങോട്ട് കൊടുക്കുന്നു എന്നതുകൊണ്ടാണ് അവൻ മേലധികാരി. സ്ത്രീധനം വാങ്ങുന്നവർക്ക് മേലധികാരിയാവുക എന്നത് ഈ ഭാഷ്യത്തിൽ വളരെ വിനയത്തോടുകൂടെയാണ് ഞാൻ പറയുന്നത്. ഒന്ന് നമ്മൾ പുനഃപരിശോധിക്കേണ്ടതാണ്, വളരെ ചിന്തിക്കണം. അല്ലാഹുവിന്റെ വിശുദ്ധ വചനം ഈ ആയത്തിന് പറയുന്ന വ്യാഖ്യാനം സൂറത്തുൽ നിസാഇന്റെ 21-ാമത്തെ വചനം, സൂറത്തുൽ നിസാഇന്റെ 34-ാമത്തെ വചനം, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ് ബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. പെണ്ണിന് ആണിനേക്കാൾ അല്ലാഹു തആല ശ്രേഷ്ഠത നൽകി, അതുകൊണ്ട് പെണ്ണിന്റെ മേലധികാരിയാണ് ആണ്. പിന്നെന്തുകൊണ്ടും മേലധികാരിയാണ്. വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, ആണിന്റെ ധനത്തിൽ നിന്ന്, വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, ആണിന്റെ ധനത്തിൽ നിന്ന്. പെണ്ണിന് ധനമുണ്ടോ എന്നവൻ പരിശോധിക്കേണ്ടതില്ല. അവൾക്ക് ധനമുണ്ടാകാം, ചിലപ്പോൾ ഇല്ലാതിരിക്കാം, അത് നീ പരിഗണിക്കണ്ട. നീ എന്തു ചെയ്യണം? വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, അവരുടെ ധനത്തിൽ നിന്ന് പെണ്ണിന് ചെലവഴിക്കുന്നത് കൊണ്ട് അവർ പെണ്ണിന്റെ മേലധികാരികളാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. മൂക്കിന്റെ താഴെ കട്ടിയായ ഒരു ലിമിറ്റഡ് സ്റ്റോപ്പിന് ബസ്സിന് പോകാൻ മാത്രമുള്ള ഒരു മീശ ഉണ്ടായതുകൊണ്ട് മേലധികാരി എന്നല്ല പറഞ്ഞത്. പെണ്ണിന്റെ അടുത്ത് നിന്ന് കൈയിട്ടെടുക്കാതെ പെണ്ണിന് അങ്ങോട്ട് കൊടുക്കുന്നത് കൊണ്ട് മേലധികാരി എന്ന ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമുക്ക് നാഫിയായ നൽകുമാറാകട്ടെ. എങ്ങനെ മനുഷ്യനെ മേലധികാരിയാവുക? എങ്ങനെയാണ് ഇത്തരം ആളുകൾ മേലധികാരിയാവുക? ഇത് അതിന്റെ പ്രയോഗങ്ങളിൽ വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? വിശ്വാസികളെ മേലധികാരി മേലെ നിൽക്കണ്ടേ? വാങ്ങുന്നവൻ മേലധികാരിയല്ല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി അൽയദുൽ ഉലിയ ഖൈറും മിൻ യദിസ് സുഫ്ലാ, കൊടുത്ത കൈയാണ് വാങ്ങിയ കൈയിനേക്കാൾ ഉന്നതം. അപ്പോൾ കൊടുത്തവൻ മേലധികാരിയും വാങ്ങിയവൻ കീഴധികാരിയുമാണ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണിനാണ് ചെലവാക്കിയപ്പോൾ അവൻ മേലധികാരിയാ എന്ന് മാത്രമല്ല, അവളത്തുനിന്ന് വാങ്ങിച്ചാൽ അവന്റെ മേലധികാരിയാ. അൽ യദുൽ ഉലിയ, ഉയരുന്ന കൈയാണ്. ഉയരുന്ന കൈ എന്നാൽ കൊടുക്കുന്ന കയ്യ്. അത് സ്ത്രീധനം കൊടുത്തെങ്കിൽ ആ കയ്യ് സ്ത്രീധനം കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ത്രീധനം വഴിയായി അതവരുടെ നാശത്തിന് കാരണമാകും, അതവരെ പെണ്ണിന്റെ നാശത്തിന് പോലും കാരണമാകും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വിശ്വാസികൾ എല്ലാവരും നമ്മുടെ ഈ പരിപാടിയുടെ മഹത്തായ വിജയത്തിന് വേണ്ടി എല്ലാവരും സഹകരിക്കുക. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വളരെ മഹത്തായ ഒരു പ്രവർത്തനമാണ്. ബഹുമാനപ്പെട്ട ഇസ്ലാമിക് സെന്ററിന്റെ പ്രവർത്തകന്മാരാണ് വളരെ പ്രധാനപ്പെട്ട ഈ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. ബഹുമാനപ്പെട്ട മുസ്തഫ മാഷ് ഒക്കെ ചെയ്ത സേവനം, അതേപോലെ തന്നെ
ബഹുമാനപ്പെട്ട ഇസ്ലാമിക് സെന്റർ എന്ന ഈ അസ്ഥിവാരം ഉണ്ടായത് കൊണ്ടാണ് ഖുർആൻ സ്റ്റഡി സെന്റർ നിലനിൽക്കുന്നത്. ഖുർആൻ സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു കാര്യം അല്ല, അത് ഇസ്ലാമിക് സെന്ററിന്റെ കായയും പൂവും മാത്രമാണ്. അതിന്റെ അടിസ്ഥാനം ഖുർആൻ ഇസ്ലാമിക് സെന്ററാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ സ്ഥാപനത്തെ നിലനിർത്തുമാറാകട്ടെ. അതിന്റെ മേലധികാരികളോട് ഏത് നിലയിലും നാം കടപ്പെട്ടവരാണ്. അവരുടെ ആജ്ഞകളും അവരുടെ തീരുമാനങ്ങളും പൂർണ്ണമായും ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ വിദ്യാർത്ഥികൾ പാലിക്കേണ്ടതാണ്. വളരെ കർശനമായി പാലിക്കണം എന്ന് വളരെ വിനയത്തോടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഇസ്ലാമിക് സെന്റർ എന്ന ഈ മഹത്തായ പൂങ്കാവനത്തിലാണ് നമ്മുടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇതിനൊക്കെ അടിസ്ഥാനം ബേസ് ഇസ്ലാമിക് സെന്ററാണ്. നിങ്ങളെല്ലാവരും അത് ഗൗരവത്തോടെ കണക്കിലെടുക്കണമെന്ന് എന്റെ സഹോദരങ്ങളോട് ഒരിക്കലും ഇസ്ലാമിക് സെന്ററിന്റെ പ്രവർത്തകന്മാരോട് അഥവാ മര്യാദ ഇല്ലാത്തൊരു വാക്ക് പോലും വളരെ ഗൗരവത്തോടെ ചിന്തിക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ഈ സ്ഥാപനങ്ങളെയൊക്കെ ഉത്തരോത്തരയും വിജയിപ്പിക്കുമാറാകട്ടെ. നോക്കൂ, നിങ്ങൾ പറഞ്ഞുകൊണ്ടത് വിശദത്തിലേക്ക് മടങ്ങാം. അള്ളാഹു എന്റെ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, അൽ യദുൽ ഉലിയ ഖൈറും മിൻ യദിസ് സുഫ്ലാ. താന്ന കയ്യിനേക്കാൾ അധികാരം ആർക്കാണ്? മേലുള്ള കയ്യിന. അപ്പോൾ പെണ്ണ് ഇവന് കൊടുത്താൽ അധികാരം ആർക്കന്നെയാ? പെണ്ണിനാണ്. ആയത്ത് എന്ത് പറഞ്ഞു? ഇവന്റെ ബുദ്ധിമുട്ട് വിവാഹം കഴിച്ചാൽ ബുദ്ധിമുട്ട് തീർത്തരാന്ന് പറയുന്നുണ്ട്. ആര്? പുതിയെണ്ണല്ല പറഞ്ഞത്, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട് പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിച്ചിട്ട് ബുദ്ധിമുട്ട് തീർക്കാനല്ല പറഞ്ഞത്. മര്യാദക്ക് അള്ളാഹിനെ കരുതിയും പരിശുദ്ധ ദീനിനെ കരുതിയും ഒരാൾ കല്യാണം കഴിച്ചാൽ അവന്റെ ബുദ്ധിമുട്ട് പെണ്ണ് തീർക്കുന്നല്ല പറഞ്ഞത്. അവന്റെ ബുദ്ധിമുട്ട് തീർക്കാൻ ഏറ്റതാരാ? അള്ളാഹുവാണ്. അള്ളാഹു തആല പറയുന്നുണ്ട്, സൂറത്തുൻ നൂറിൽ അള്ളാഹു പറയുന്നുണ്ട്, വഅൻകിഹുൽ അയാമാ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും ഇൻ യകൂനു ഫുഖറാഅ യുഗ്നിഹിമുല്ലാഹു മിൻ ഫളിഹി. ഓളം അതിനുകൊണ്ട് നിനക്ക് മലയാളിയാകാന്നല്ല പറഞ്ഞത്. നിങ്ങൾ എത്ര ദരിദ്രന്മാരാണെങ്കിലും കല്യാണം കഴിക്കുന്നത് വഴി കല്യാണം കഴിക്കുന്നവർ ദരിദ്രന്മാരാണെങ്കിൽ പോലും അല്ലാഹു തആല അവരെ ധനവാന്മാരാക്കും. പെണ്ണിന്റെ മുതലുകൊണ്ടല്ല, അള്ളാഹു അവന്റെ കരുണാകടാക്ഷം അവരുടെ മേൽ ചൊരിയും. വല്ലാഹു വാസിഉൻ അലീം. പെണ്ണല്ല വാസിയാര? അല്ലാഹുവാണ്. സൂറത്തുൻ നൂറിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇമാം നസായിയും ഇബ്നു മാജാ തങ്ങളും ഇമാം തുർമുദിയും ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദിലും രേഖപ്പെടുത്തിയ വളരെ പ്രഗൽഭമായ ഒരു ഹദീസ് ഇങ്ങനെ കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സലാസത്തുൻ ഹഖ്ഖുൻ അലല്ലാഹി ഔനുഹും. മൂന്ന് വിഭാഗം ആളുകളെ സഹായിക്കൽ അല്ലാഹു ഒരു കടമ പോലെ ഏറ്റെടുത്തിരിക്കുന്നു. അല്ലാഹുവിന്റെ മേൽ കടമ അടിച്ചേൽപ്പിക്കുകയല്ല, അല്ലാഹു ഒരു കടമ പോലെ ഏറ്റെടുത്തിരിക്കുന്നു. സലാസത്തുൻ, മൂന്ന് വിഭാഗം ആളുകളുണ്ട്. ഹഖ്ഖുൻ അലല്ലാഹി ഔനുഹും, ആ മൂന്ന് വിഭാഗത്തെ സഹായിക്കുക എന്നത് അല്ലാഹു ഒരു കടമ പോലെ ഏറ്റെടുത്തിരിക്കുന്നു. ആരാണ് മൂന്ന് വിഭാഗം? ഒന്ന് അന്നാകിഹു, ഒന്നാമത്തെ ആള് അന്നാകിഹു തന്റെ ജീവിത ശുദ്ധിയെ ലക്ഷ്യം കാക്ഷിച്ചുകൊണ്ട് കല്യാണം കഴിച്ചവൻ. അല്ലാതെ ആരല്ല? മുതലുണ്ടാക്കാൻ വേണ്ടി കല്യാണം കഴിച്ചവനല്ല. വളരെ ചിന്തിക്കണം. മുതലുണ്ടായാൽ ലക്ഷ്യത്തിന് വേണ്ടി കല്യാണം കഴിച്ചാൽ എന്തും അതിന്റെ താഴെ ഇത് നേരെതിരായി അപ്പുറത്തെ ഹദീസ് പറയുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി പറയുകയാണ്, മൂന്നാളുകളെ സഹായിക്കാൻ അല്ലാഹു തആല ഏറ്റെടുത്തിരിക്കുന്നു. ആരാണ് മൂന്നാളുകൾ? ഒന്ന് അന്നാകിഹു യുരീദുൽ അഫാഫ, തന്റെ പാതിവൃത്യത്തെ തന്റെ ജീവിത ശുദ്ധിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം കല്യാണം കഴിച്ചവൻ. രണ്ടാമത്തെ ആൾ അൽ മുകാതബു യുരീദുൽ അദാ, മോചനപത്രം എഴുതപ്പെട്ട അടിമ, അല്ലാഹു അവനെ സഹായിക്കും. മൂന്നാമത്തെ വൽ ഗാസി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധത്തിന് പോയവൻ. ചുരുക്കത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോയ ആളെ സഹായിക്കാനുള്ള ബാധ്യതയേക്കാൾ ഈ ഹദീസിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ പറഞ്ഞത് അന്നാകിഹു യുരീദുൽ അഫാഫ, തന്റെ ജീവിത ശുദ്ധിയെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ കല്യാണം കഴിച്ചാൽ അയാളെ രക്ഷപ്പെടുത്തുകയും അയാൾക്ക് ജനം കൊടുക്കുകയും അല്ലാഹു ഏറ്റിട്ടുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞ ആയത്തിൽ എന്ത് കണ്ടത്? നൂറിലെ ആയത്ത് കണ്ടത്, ഈ യകൂനു അവർ ദരിദ്രന്മാരായാൽ അല്ലാഹു അവർക്ക് ധനം കൊടുത്ത് രക്ഷപ്പെടുത്തും. അല്ലാതെ ആരല്ല? പെണ്ണല്ല, അല്ലാഹു കൊടുക്കും. അത് അല്ലാഹു ഏറ്റിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലും ഇതിന്റെ വ്യാഖ്യാനമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശരി, അപ്പോൾ പിന്നെ തിരിച്ചൊരു ചോദ്യമുണ്ട്, ധനത്തിന് വേണ്ടി കല്യാണം കഴിച്ചാലോ? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ധനത്തിന് വേണ്ടി കല്യാണം കഴിച്ചാൽ ഒന്ന് പെണ്ണ് നശിക്കുന്ന റസൂലുള്ളാഹി പറഞ്ഞു. ഒന്ന്
പെണ്ണ് നശിക്കും. കാരണം അവൾ ആരാ? കഴിഞ്ഞ ഹദീസിൽ നിങ്ങൾ മനസ്സിലാക്കി, അവൾ ആരാ? യദുൽ ഉലിയയാണ്. അവൾ യദുൽ ഉലിയയാണ്, ഇവനോ യദുസുബലയാണ്. അപ്പോൾ പിന്നെ ഇവൻ പെണ്ണുങ്ങളാണാവും. മുസ്തഫ റസൂലുള്ളാഹി പറയുന്ന ഒരു ഹദീസിന്റെ അന്തരാർത്ഥം ഇതുമായി ബന്ധപ്പെടുന്നില്ലേ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, 3 കാര്യങ്ങൾ ഉണ്ടായാൽ ഭൂമിക്ക് മുകളിലെ ജീവിതം സുഖകരമാകും. 3 കാര്യങ്ങൾ ഉണ്ടായാൽ ഭൂമിക്ക് മുകളിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കലാകും. ഏതാണ് ആ കാര്യങ്ങൾ?